പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് കഴിഞ്ഞ 10 വർഷമായി ചെയ്ത യാത്രകൾക്ക് 762 കോടി രൂപ ചെലവായി എന്നാണ് മാതൃഭൂമിയുടെ വിഷമം. മാതൃഭൂമി വിഷമിക്കേണ്ട, വെറുതെ പോയതല്ല. കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി നാട് കാണാൻ പോയതുമല്ല, ഒറ്റയ്ക്കാണ് പോയത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ ഒന്നും കൂട്ടിയില്ല എന്ന വിഷമം നിങ്ങൾക്ക് കാണും. അങ്ങനെ കുറേ പേർക്ക് ലോകം മുഴുവൻ ചുറ്റാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു, കാര്യമൊന്നും നടക്കാറില്ലെങ്കിലും. പക്ഷേ ഇപ്പോൾ പോയ ഓരോ യാത്രയ്ക്കും അതിൻ്റെ ഫലങ്ങളുണ്ട്. ഏകദേശം $750 ബില്യൺ വിദേശ നിക്ഷേപം ഇന്ത്യയിൽ വന്നത്. ഡിഫൻസ് ഡീൽസ് എത്ര എണ്ണമാണ് ഒപ്പിട്ടത്? ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് 9 എണ്ണം ഒപ്പിട്ടു. അതും യൂറോപ്യൻ യൂണിയൻ പോലുള്ള സമൂഹങ്ങളുമായി തന്നെ വലിയ ഇടപാടുകളാണ് ഒപ്പിട്ടത്. അതുപോലെ G20 കാര്യത്തിലും അതുപോലെ ഉള്ള മറ്റ് അന്തർദേശീയ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെയാണ് ബ്രിക്സിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ സന്ദർശനങ്ങളാണ് ഇന്ത്യയെ ഇന്ന് ഒരു ലോകശക്തിയായി, അമേരിക്ക 50% നികുതി ഏർപ്പെടുത്തിയിട്ടും കുലുക്കാൻ പറ്റാത്ത ലോകശക്തിയായി പിടിച്ച് നിർത്തിയത് എന്നുകൂടി മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു പൈസ പോലും മെഡിക്കൽ എക്സ്പെൻസ് ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള കാര്യം പോലും മാതൃഭൂമി ഓർക്കണം. അപ്പോൾ മാതൃഭൂമി കൂടുതൽ വിഷമിക്കേണ്ട. മൗദൂദി ചാനലായിട്ട് അല്ലെങ്കിൽ പത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിലൊക്കെ വലിയ വിഷമം കാണുമെന്നറിയാം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഓരോരുത്തരുടെയും മെഡിക്കൽ ബില്ല് എത്രയാണ്, പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ ബില്ല് എത്രയാണ്, അദ്ദേഹത്തിൻ്റെ അസറ്റ് എത്രയാണ് എന്നൊക്കെ, അതുപോലെ ആരൊക്കെയാണ് അദ്ദേഹം കൂടെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് പറയേണ്ടത്. ആ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയേണ്ടതാണ്. ഇനി ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു പോലീസുകാരനെ SFIക്കാർ വളഞ്ഞിട്ട് ഒരു മാളിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ അന്വേഷണം നടത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ പറയുകയാണ് അത് കയ്യിൽ വള ധരിച്ചാണ് തിരിച്ചാക്രമിച്ചത് എന്ന്. ആ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് വിവരക്കേടുണ്ടെങ്കിൽ, നിയമം അറിയില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഒരു ആക്രമിക്കൂട്ടം നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് നമുക്കുണ്ട്. അതനുസരിച്ച് തിരിച്ചാക്രമിക്കാം. ആ സമയത്ത് കയ്യിൽ കിട്ടുന്ന വടിയോ എന്താണ് സാധനം എന്ന് വെച്ചാൽ അത് വെച്ച് ആക്രമിക്കും. പക്ഷേ ഒരാൾ തിരിച്ചോടാൻ തുടങ്ങിയാൽ ആ ആക്രമണം നിർത്തിയേ പറ്റുള്ളൂ. ഒരാളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് വന്ന ആളെ ഓടിച്ചിട്ട് ആക്രമിക്കുന്നത് മാത്രമാണ് കുറ്റമായിട്ട് വരുന്നത്. അതുകൊണ്ട് അയാളുടെ കയ്യിൽ വളയുണ്ടായി എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും ധരിക്കുന്ന വള അയാളുടെ ഡിഫൻസായിട്ട് ഉപയോഗിച്ചു. അത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. നിങ്ങളൊക്കെ PM ജോസഫ് സാജുവിൻ്റെ പുസ്തകം വായിച്ച് നിയമം മനസ്സിലാക്കുക. റൈറ്റ് ഓഫ് ഡിഫൻസ് എന്താണെന്നും അത് എത്ര വരെ നിൽക്കുന്നു എന്നും മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും തലതിരിഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വരാനായിട്ട് ഇടയുണ്ടാകുകയില്ല. കാരണം അതെല്ലാം റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിൽ വരുന്നതാണ്. ആൾ ചിലപ്പോൾ അയാളുടെ ബെൽറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ബെൽറ്റ് ഊരി വീശും. അത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിൽ പെട്ടതാണ്. അക്രമകാരികൾ തിരിഞ്ഞു പോകുന്നത് വരെ അയാൾക്ക് ആവശ്യമായ ഡിഫൻസ് നടത്താനായിട്ട് അയാൾക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസും ഉണ്ട്. അത് ABCD അറിയാത്ത അസിസ്റ്റന്റ് കമ്മീഷണർമാരും അതിന് മുകളിലുള്ളവരും, അവർക്ക് പണ്ടേ ഇതൊന്നും നോക്കുന്ന പണിയില്ല പലർക്കും. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടെങ്കിൽ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുകയുള്ളൂ. പിന്നെ ഈ ഉദ്യോഗസ്ഥൻ സ്ഥിരമായിട്ട് പലരെയും ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യമുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടതാണ്. അത് ഇതിനകം തന്നെ ചെയ്യേണ്ടതുമായിരുന്നു. പക്ഷേ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് പബ്ലിക്കായി എടുത്ത നടപടികളുടെ പേരിൽ ഓരോ ഉദ്യോഗസ്ഥനെയും ഇതുപോലെ ആക്രമിക്കാൻ തയ്യാറായി വരുന്ന കൂട്ടങ്ങൾക്കെതിരെ അല്ല നടപടി, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തതാണ് തെറ്റെന്ന് കണ്ടെത്തുന്ന ഇത്തരം നിയമരഹിതമായ നിയമത്തിന് ഘടകവിരുദ്ധമായ റിപ്പോർട്ടുകൾ തികച്ചും തെറ്റാണ്. അത് പോലീസ് സേനയ്ക്ക് ഒട്ടും നല്ലതല്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.